നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൊണാൾഡ് ട്രംപ് CPM കൊല്ലം മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അബദ്ധത്തിലെങ്ങാനും ഈ ദിവസങ്ങളിൽ കൊല്ലം നഗരത്തിലെത്തിയാൽ വിവരദോഷികളായ സഖാക്കൾ പന്തവും കുന്തവും എറിഞ്ഞ് ട്രംപിനെ വകവരുത്തിയേനെ. കൊല്ലത്ത് നടക്കുന്ന CPM സംസ്ഥാന സമ്മേളനത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് പ്രകാശ് കാരാട്ട് ഉൾപ്പെടെ സകല നേതാക്കൾക്കും പ്രസംഗിക്കാൻ ട്രംപ് എന്ന ഒരു വിഷയമേ ഉള്ളൂ. ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ സാമ്രാജ്യവുമാണ് ഇന്ത്യയും ലോകവും നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയെന്നാണ് കാരാട്ട് സഖാവ് ഏഴാം കൂലി അണികളെയും ചെങ്കൊടി പുതച്ചുറങ്ങുന്ന ന്യായീകരണ തൊഴിലാളികളെയും പറഞ്ഞു പറ്റിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യയിലെ കാലഹരണപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൊല്ലം CPM സമ്മേളനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെങ്കിലും കാരാട്ടിനും പിണറായി വിജയനും ഗോവിന്ദനും വിഷയം ട്രംപും അമേരിക്കയുമാണ്. പിണറായി കേരളം ഭരിച്ചു മുടിച്ചതോ ആശാവർക്കർമാരുടെ രാപ്പകൽ സമരമോ BJPയുടെ അന്യായ വളർച്ചയോ കേരളത്തിൽ നിന്ന് ചെറുപ്പക്കാർ ഒന്നടങ്കം വിദേശത്തേക്ക് രക്ഷപ്പെട്ട് ഓടുന്നതോ ഒന്നും CPM സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ചയാകുന്നില്ല. ഇന്ത്യയിൽ കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന കാലഹരണപ്പെട്ട ഒരു ചരക്കാണ് കമ്മ്യൂണിസം എന്നും ബംഗാളിലും ത്രിപുരയിലും ഉൾപ്പെടെ ഒരു സംസ്ഥാനത്തും CPM എന്ന ഐറ്റം ഇല്ല എന്നും മനസ്സിലാക്കാനുള്ള വിവരമില്ലാത്ത അണികൾ പ്രകാശ് കാരാട്ടിന്റെ തള്ളൽ കേട്ട് കൈയടിക്കുകയാണ്. കാരാട്ട് 40 കൊല്ലമായി അമേരിക്കയെ അധിക്ഷേപിക്കാൻ തുടങ്ങിയിട്ട്. അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ലോക പോലീസുകാരനോ ലോക മുതലാളിത്തത്തിന്റെ കാവൽക്കാരനോ എന്നതല്ല പ്രശ്നം. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിവരവും വെളിവും വിചിന്തന ബോധവും ഇല്ലാത്ത അടിമ അണികളെ ഇത്തരത്തിൽ ഊളത്തരം പറഞ്ഞ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നതാണ് പഠന വിഷയമാക്കേണ്ടത്. കാരാട്ടും പിണറായിയും ഗോവിന്ദനുമൊക്കെ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നതാണ് സത്യം. അമേരിക്കയെ എല്ലാ കാലത്തും തെറി പറയുകയും ട്രംപിനെ ആഗോള തെമ്മാടിയായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഇതേ കാരാട്ടും അന്തരിച്ച സീതാറാം യെച്ചൂരിയും ആയകാലം ആഞ്ഞുവലിച്ചത് അമേരിക്കൻ നിർമ്മിത സിഗരറ്റായിരുന്നു. ഇതേ പ്രകാശ് കാരാട്ടും വൃന്ദ കാരാട്ടും 3-4 തവണ പാർട്ടി ചെലവിൽ അമേരിക്കയിൽ ആഴ്ചകളോളം വിനോദസഞ്ചാരം നടത്തി സുഖിച്ചിട്ടുമുണ്ട്. അമേരിക്കയെ ആയകാലം ചീത്ത വിളിക്കുന്ന പിണറായിയും കോടിയേരി ബാലകൃഷ്ണനും ക്യാൻസർ ചികിത്സയ്ക്ക് ആശ്രയിച്ചത് കണ്ണൂരിലെ സഹകരണ മെഡിക്കൽ കോളേജ് അല്ല, മറിച്ച് അമേരിക്കയിലെ മേയോ ആശുപത്രിയെയാണ്. കേരളത്തിലെ മുൻനിര കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ മക്കളെല്ലാം അമേരിക്കയിൽ പഠിക്കുന്നു. അമേരിക്കയിൽ പൗരത്വം നേടി അവിടെ സുഖമായി ജീവിക്കുന്നു. ഇവിടെ നേതാക്കളാവട്ടെ അണികളെ പറഞ്ഞു പറ്റിക്കുന്നു. അല്ല സഖാക്കളെ, ട്രംപ് CPMനോട് എന്ത് ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത്? ട്രംപിന് കമ്മ്യൂണിസം പഠിക്കാനോ ഇവിടുത്തെ കമ്മ്യൂണിസം ചെയ്യുന്ന മഹത്തായ സേവനങ്ങൾ കാണാനോ ഒന്നും നേരമില്ല. അയാളുടെ ചിന്തയിൽ പോലും CPM എന്നൊരു പ്രസ്ഥാനമില്ല. എത്ര ചീത്ത വിളിച്ചാലും ട്രംപ് നയവും നിലപാടും മാറ്റുകയുമില്ല. ട്രംപ് ഇപ്പോൾ പലസ്തീനെയും ആഗോള മുസ്ലിം തീവ്രവാദത്തെയും അടിച്ചമർത്താനുള്ള നീക്കത്തിലാണ്. അമേരിക്കയുടെ റേഷൻ ഗോതമ്പും റേഷൻ അരിയും റേഷൻ മൈദയും വാങ്ങി കേരളത്തിലെ സഖാക്കൾ തിന്ന് വിശപ്പടക്കരുതെന്ന് പ്രകാശ് കാരാട്ട് പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ പഞ്ഞമാസങ്ങളിൽ അണികളിൽ പലരും പഞ്ഞം കിടന്ന് ചാകും. കേരളത്തിൽ ഉൾപ്പെടെ പല കാലങ്ങളിലും മുതലാളിത്ത രാജ്യങ്ങളായ അമേരിക്കയും കാനഡയും ദാനം നൽകിയിരുന്ന ഗോതമ്പും അരിയും തവിടുമൊക്കെ ലക്ഷക്കണക്കിന് പേരുടെ വിശപ്പടക്കിയിട്ടുണ്ടെന്ന സത്യം വിളിച്ചു പറയാൻ കാരാട്ടിന് പക്ഷേ കഴിയുന്നില്ല. ഉള്ള സത്യം വിളിച്ചു പറഞ്ഞാൽ കാതുകൂർപ്പിച്ച് കേട്ടിരിക്കുന്ന സഖാക്കൾ പാർട്ടിയും ചെങ്കൊടിയും വലിച്ചെറിഞ്ഞ് രക്ഷപ്പെടും. കമ്മ്യൂണിസ്റ്റ് ചൈന ഏറെ വൈകാതെ ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിത്ത രാജ്യമായി മാറും എന്ന സത്യം പ്രകാശ് കാരാട്ടും മറ്റും മറച്ചുവെക്കുകയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അടിമത്തം നിലനിൽക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്നതാണ് ഉത്തരം. കൊല്ലത്തെ CPM സമ്മേളനത്തിൽ ജനകീയ പ്രശ്നങ്ങളോ പാർട്ടി കാണിച്ച തെമ്മാടിത്തരങ്ങളോ ഒന്നും ചർച്ചാ വിഷയമാകുന്നില്ല. കണ്ണൂരിലെ ആരാധ്യയായ മേയർ ദിവ്യ കാണിച്ച ക്രിമിനലിസവും കഞ്ചാവ് വലിച്ച SFIക്കാർ ക്യാമ്പസിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതും ക്യാമ്പസുകളിൽ SFIക്കാർ കൊലപാതകം നടത്തിയതുമൊന്നും വിഷയമാകുന്നില്ല. കേരളത്തിൽ 2ാം പിണറായി സർക്കാർ വമ്പൻ പരാജയമാണെന്നും വിജയൻ മാടമ്പി മുഖ്യമന്ത്രിയാണെന്നൊന്നും വിളിച്ചു പറയാൻ പ്രകാശ് കാരാട്ടിന് തന്റെ ഇടമില്ല. കാരണം പ്രകാശ് കാരാട്ടിനും CPM പോളിറ്റ് ബ്യൂറോയിലെ പല മാന്യന്മാർക്കും അന്നത്തിനും വസ്ത്രത്തിനും വരെ വക നൽകുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നിരിക്കെ നേതാക്കൾക്ക് പലതും വിഴുങ്ങേണ്ടി വരും. എന്തായാലും ട്രംപ് എന്നൊരാൾ അമേരിക്കയിൽ പ്രസിഡന്റായി വന്നത് നന്നായി. അതല്ലെങ്കിൽ CPM കൊല്ലം സമ്മേളനത്തിൽ ചർച്ച ചെയ്യാൻ മറ്റൊരു വിഷയവും പാർട്ടിക്ക് ഇല്ലാതെ വരുമായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.